അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ കളി കിടക്കുക. തലച്ചോറ് നായി ഇന്നാല് പറഞ്ഞിട്ട് കാര്യല്ല. ഓ ലെറ്റ്സ് ഗോ. നീ ഏതാ? നിന്നെ ഇവിടെ എങ്ങാണ്ട് കണ്ടിട്ടുണ്ടല്ലോ. തങ്കച്ചന്റെ പറമ്പിലേ റബ്ബറിന് കുഴി കുത്താൻ വേണ്ടി വന്നാ. എന്നിട്ട് കുത്തി കഴിഞ്ഞോ? നീ കുഴി കുത്തുവല്ലേടാ? നീ കുഴി കുത്തുവല്ലേ? നീ യൂട്യൂബ് ചാനൽ തുടങ്ങുമല്ലേ? തങ്കഞ്ഞാന്റെ പറമ്പില് റബ്ബറിന്റെ കുഴി എടുക്കാനായിട്ട്. തങ്കഞ്ഞാന്റെ അണ്ടി നീ എത്ര കൊണ്ടേ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കുഴി കുത്താൻ. ഏത് കുറ്റിന്ന് ഏത് കുറ്റിയുടെ കൊണ്ടാ നീ കൂടെ കുത്തിയില്ലേ? ഇത് എന്തിനാ കൊണ്ടാണ് നിങ്ങൾ ഫോൺ വിളിച്ച് ഏത് കുറ്റി പോയിട്ട് നീ തങ്ങനെ അറിയോ? തങ്കഞ്ചാണ്ടാ എടാ കുണ്ണെ തങ്കൻ ഞാനാണോ? MLA കൂടാണ്. MLAക്ക് അത് പറയാമോ? ഒരു MLA അല്ലേടാ നീ? സ്വയം എന്റെ അടുത്ത് ചോദിക്കും. അല്ല, അങ്ങനെ ഒരു മോശം കമന്റ് ചെയ്ത ഒരുത്തനെ മുകേഷ് ചേട്ടന്റെ മുന്നിൽ പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ മുകേഷ് ചേട്ടൻ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? ഇനി കുടുംബത്തിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും കടന്നു വന്ന് നന്ദി പറയുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിലേക്ക് കടക്കാം, പിരിയാം. ഇത്ര മോശം സമയത്തും എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. പനച്ചൽ ഫാമിലിയുടെ പേരിൽ എല്ലാവരും നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ അപ്പൻ്റെ മരണത്തെക്കുറിച്ച് പല ഊഹാപോഹങ്ങളും ഏറലുണ്ട്. പടക്കം പൊട്ടിച്ചത് ആചാരവിരുദ്ധമാണെന്ന് പറയുന്നവരുണ്ട്, പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചവരാണെന്ന് പറയുന്നവരുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാം, ഇനി ഇത് പറഞ്ഞ് നടക്കുന്നവരെ ഞങ്ങൾ കായികമായും നിയമപരമായും നേരിടും. അത് കള്ളിഷാപ്പിലിരുന്ന് കുശുകുശു പറയുന്നവരായാലും മേടയിലിരുന്ന് താളത്തിൽ പറയുന്നവരായാലും ശരി. ജോമൻ്റെ മാനുവൽ മനസാക്ഷിയാണ്. എല്ലാവർക്കും ഫുഡ് കഴിച്ച് പിരിയാം. സന്തോഷം. ഫുഡ് കഴിക്കാറുന്നല്ലേ? ചേട്ടാ ഞാൻ വിളമ്പിയുണ്ട്. അച്ഛനെ നമ്മൾ വിളിച്ചിട്ട് വന്നല്ലേ. 2 കഴിക്കച്ചു അവിടെ വിളമ്പാൻ ആളില്ല. അങ്ങോട്ട് വെച്ചേ, ഞാൻ ഇവിടെ വെച്ചേ. അവിടെ ഇരിക്കും. മനുഷ്യ പറഞ്ഞാണ് കണ്ടുപിടിച്ചിട്ട് ഗുണമാണെന്ന് പറയരുത്. മനുഷ്യന്റെ വെളിവാണ്.